പാണക്കാട് കാരാത്തോടിന് സമീപം എടായി പാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുവെന്ന് നിഖിൽ പ്രവേശ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. എടായി പാലത്ത് നിന്ന് നിഖിൽ പ്രവേശ് ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്താ അവിടുത്തെ ഉള്ള വിവരം? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നതിന് വേണ്ടി ഒന്ന് പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കാരാത്തോടാണ്. കാരാത്തോട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിനൊക്കെ വളരെ അടുത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നത് പ്രധാന പാതയിൽ, അതായത് മലപ്പുറത്തുനിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന്, അത് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അവിടെ നിന്ന് ഈ റോഡിലേക്ക് മണ്ണിടുകയാണ്. ഇന്ന് രാവിലെ അതിശക്തമായിട്ടുള്ള മഴ, ഇന്നലെ രാത്രി മുതൽ നല്ല ശക്തമായിട്ടുള്ള മഴ തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇത് റോഡിലേക്ക് ഈ മണ്ണ് പതിക്കുമോ എന്നുള്ള വലിയ ആശങ്ക രൂപപ്പെടുകയാണ്. പല ഭാഗങ്ങളും ഇതിനോടകം തന്നെ പൊട്ടി റോഡിലേക്ക് മണ്ണൊലിച്ചു വരുന്നുണ്ട്. അതേ തുടർന്ന് അപ്പൊ അവിടെ നമുക്ക് അവിടെ കാണാൻ കഴിയും, മണ്ണ് താഴേക്ക് ഒലിച്ചിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ തരത്തിലാണ് ഓരോ നിമിഷവും മുകളിൽ നിന്ന് ഇങ്ങനെ മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണും ചെളിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അത്യന്തം അപകടകരമാണ്. കാരണം ഓരോ നിമിഷവും അവിടുന്ന് തെങ്ങ് കടപുഴകി വീഴുന്നു, മറ്റ് മരങ്ങൾ കടപുഴകി വീഴുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാർ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അവിടുന്ന് മണ്ണ് വലിയ തോതിൽ ഒലിച്ചിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് വലിയ ഭീതി തന്നെയാണ്, ഇത് വലിയ ആശങ്ക തന്നെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഒരുപാടധികം മണ്ണ് മുകളിലുണ്ട്, അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒലിച്ചിറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റും. നമ്മൾ വന്നപ്പോൾ ഒരു പക്ഷേ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അത് അല്പം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെയുള്ള നാട്ടുകാർ വളരെ കൃത്യമായി ആളുകളെ നിയന്ത്രിച്ചതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവാകുന്നത്. ഇപ്പോൾ പൂർണ്ണമായി ഈ പാതയിൽ, ഈ മലപ്പുറം പരപ്പനങ്ങാടി പാതയിൽ ഗതാഗതം ഇനി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. വാഹനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതിലൂടെ ഒരു പക്ഷേ ഇപ്പോൾ നാട്ടുകാർ വളരെ നിയന്ത്രിച്ചാണെങ്കിലും വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിലൂടെ ഒരു വാഹനം ഇപ്പോൾ കടന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ അപകടമായി മാറിയാൽ ഇനിയിപ്പോൾ വാഹനങ്ങൾ വിടുന്നില്ല എന്നത് അപ്പോൾ അവിടുന്ന് ആളുകൾ കാണിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള ആളുകളൊക്കെ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടേണ്ടതില്ല എന്ന്. കാരണം ഏത് നിമിഷവും മുകളിൽ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. നമ്മൾ സത്യത്തിൽ ഈ ലൈവിൽ തന്നെ കണ്ടത് വളരെ അത്യന്തം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഏക്കർ കണക്കിന് പ്രദേശമാണ്, ഒരു കുന്നിൻ പ്രദേശമാണ് ഇങ്ങനെ കിടക്കുന്നത്. അവിടെ നിന്ന് മണ്ണിങ്ങനെ താഴേക്ക് ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആശങ്ക തന്നെയാണ്. തെങ്ങടക്കം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ, അതായത് ഇന്നലെ രാത്രി മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ പെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ട്. ഇനിയിപ്പോൾ വാഹനങ്ങൾക്ക് എന്തായാലും കടന്നു പോകാൻ കഴിയില്ല. അത്രയധികം രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇത്ര ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉറപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും, വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചിരുന്നതാണ്. എന്തായാലും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ മലപ്പുറത്ത് നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക്, വേങ്ങര ഭാഗത്തേക്കൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എന്തായാലും ഇതിലൂടെ കടന്നു പോകാൻ കഴിയില്ല. മറ്റു പാതകൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ജലം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അവിടെ തന്നെ മണ്ണ് ഒഴുകി വരുന്നുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ ഇതിലൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആളുകളെയൊക്കെ അപ്പുറത്തേക്ക്, ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ അപ്പുറത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് എത്തിക്കുകയാണ്. ഈ റോഡാകെ ചെളിയും മണ്ണും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അല്പസമയം മുൻപാണ് ഈ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിലൂടെ കടന്നുപോയത്. അദ്ദേഹത്തിന്റെ വീടിനോട് വളരെ ചേർന്നാണ്. അദ്ദേഹത്തെ ഈ സാഹചര്യം ഇതിനോടകം തന്നെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തുടർ നടപടികൾ, അടിയന്തരമായ ഒരു സാഹചര്യം ഇവിടെ ഏർപ്പെടുത്തിയേ മതിയാകൂ. കാരണം ഏത് നിമിഷവും ഈ മണ്ണ് പൂർണ്ണമായി റോഡിലേക്ക് ഒലിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്, പൂർണ്ണമായി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര ശക്തമായ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു മുൻകരുതൽ ഇവിടെ സ്വീകരിച്ചേ മതിയാകൂ. അല്പസമയം മുൻപ് വരെ, ഏതാനും നിമിഷങ്ങൾ മുൻപ് വരെ നമ്മളുടെ വണ്ടി അടക്കം കടന്നു വന്നത് ഈ പാതയിലൂടെയാണ്. നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇത് കഴിഞ്ഞാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയത്. ഒരു പക്ഷേ ഈ മണ്ണൊഴുകി വന്ന സമയത്ത് ഇവിടെ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് കൂടി വീണ്ടും ഇങ്ങനെ മണ്ണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാൻ കഴിയാതെ ഓരോ നിമിഷവും ഇതിലൂടെ മണ്ണിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇത് എത്ര മണിയോട് കൂടി അങ്ങനെ പൊട്ടാൻ? 2 ദിവസമായത് ഇപ്പൊ ഇങ്ങനെ പൊട്ടൽ തുടങ്ങിയിട്ട്, അപ്പൊ ഇന്ന് രാവിലെയാണ് അതിന് ഡേഞ്ചറായിട്ട് പൊട്ടൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഇപ്പൊ മുഞ്ഞാന്ന് പിന്നെ മരം നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ, ഈ ഭാഗങ്ങളൊക്കെ കുറഞ്ഞ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് കൂടുതലായിട്ട്, ഇന്ന് രാവിലെ നേരം വെളുത്തതിന് ശേഷം കൂടുതലായിട്ട് ഇന്ന് കാലത്ത് തന്നെ നല്ല ശക്തമായ മഴയാണ് ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇടിച്ചിലാണ് സംഭവിച്ചിട്ടുണ്ട്, ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണുള്ളത്.
റോഡിലേക്കൊക്കെ അതുപോലെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ശക്തമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്യണം. വാഹനങ്ങളൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം. അത് വീണ്ടും അവിടെ നിന്ന് സ്കേൻ മണ്ണ് താഴേക്ക് ഒലിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു വലിയ പാറയാണ് ഒഴുകി വരുന്നത്, നമുക്ക് കാണാൻ കഴിയും. ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. പരപ്പനങ്ങാടിയിൽ നിന്നടക്കം നിരവധി വാഹനങ്ങൾ കടന്നു. ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം. ഓക്കെ, എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്ന് അവർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു പോരുകയാണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്രയൊരു വലിയ അപകടം ഇവിടെ പതിയിരിപ്പുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു. കാരണം ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. അതിന്റെ സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ കുന്നിൻ പ്രദേശമാണ് അത്. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. തെങ്ങടക്കം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നിരന്തരം കാണാമായിരുന്നു. ഇതിവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ പൊട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു മേഖല മാത്രമല്ല സ്കേൻ, ഒരുപാട് ഇടങ്ങളിൽ സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. മുകളിൽ നിന്ന് ഇപ്പോഴും ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് ഒഴുകി റോഡിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ, നമ്മൾ ഈ ലൈവിന്റെ തുടക്കത്തിൽ നിന്ന സ്ഥലത്ത്, അതായത് ഇതിന്റെ തൊട്ട് അരികിൽ തന്നെ വീണ്ടും അവിടെയും പൊട്ടിയിട്ടുണ്ട്. അവിടെ നിന്നും സമാനമായിട്ടുള്ള ആശങ്ക നിലവിലത്തെ സാഹചര്യത്തിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു തുടർ നടപടി, അടുത്തൊരു നടപടിയിലേക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെയുള്ള അധികാരികളെല്ലാം തന്നെ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ജില്ലാ ഭരണകൂടത്തെ മറ്റും ബന്ധപ്പെട്ട് എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും അടിയന്തരമായ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചേ മതിയാകും. അല്ലാത്ത പക്ഷം ഇത് കനത്ത പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് മുകളിൽ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. അത് ആ സൈഡ് കാണ്ടാണ്, ആ സൈഡ് കുടുംബം, ഈ സൈഡ് ഇങ്ങോട്ടുള്ള കുടുംബം. എന്താ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടാനുള്ള റീസൺ എന്താ മനസ്സിലാക്കുന്നത്? അത് വെള്ളത്തിന്റെ വെള്ളം ഇങ്ങോട്ട് തിരിഞ്ഞു പോന്നിട്ടാണ്. വെള്ളം തങ്ങി നിൽക്കാനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തങ്ങി നിൽക്കാനുള്ള സാഹചര്യമില്ല. മഴ പെയ്യുമ്പോൾ സ്റ്റോർ ചെയ്തിട്ട് അത് ഒന്നായിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ ആ സൈഡിൽ കൂടെയാണ് കൂടുതൽ താമസക്കാരുള്ളത്. അവിടെ ഒരു 100ഓളം വീടുകളാണ് താമസക്കാരുണ്ട്. ഒരു പൊയിഞ്ഞു പോയിക്കണോ, ആ താമസക്കാർ പൊയിഞ്ഞു പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടിൻ്റെ അടുത്ത് പോയി പരാതി പറയാൻ വേണ്ടി പോയി. ആ വീട്ടുകാരാണ് ഇപ്പോൾ ഇതിൽ മടങ്ങി പോയ കുട്ടികളൊക്കെ. ഇതിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നത് കണ്ടിരുന്നു. അവരൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലേക്ക് പോയത്, ആ വീട്ടിലേക്ക് പോയതാണ്, കുടുംബങ്ങൾ പോയതാണ്, പരാതി പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ തിരിച്ചു പോയില്ലേ, അവർ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അതാണ് ഒരുപാടധികം ആളുകൾ ഈ ഇതിന് മുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് സ്കേൻ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കുന്നിന് മുകളിലായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പോൾ നേരെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലെത്തി പരാതി പറഞ്ഞ് അവർ തിരികെ മടങ്ങി പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമ്മളിവിടെ എത്തിയ സമയത്താണ് ഇത് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതാ ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഓർക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ ഇതിലൂടെ ഗതാഗതം നടത്തിയിരുന്നു. ഇപ്പോൾ അത് സ്വകാര്യ ബസ്സുകളൊക്കെ ഇത് അറിയാതെ ഇവിടേക്ക് എത്തിച്ചേർന്ന് വാഹനങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. വളരെ നിമിഷങ്ങൾക്ക് മുൻപാണ്, നമ്മുടെ ലൈവ് ആരംഭിച്ചതിന് ശേഷമാണ് ഈ പൊടുന്നനെ വലിയ രീതിയിലുള്ള പൊട്ടൽ ഉണ്ടാവുകയും മുകളിൽ നിന്ന് മണ്ണൊലിച്ച് താഴേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതും. എന്തായാലും ഇത് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് കണ്ടിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വളരെയധികം സമയമെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വളരെ വേഗത്തിലൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഇത് ഇത്ര വലിയ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത്. വേങ്ങര സ്റ്റേഷനിൽ നിന്നുള്ള മറ്റ് സംഘങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. കാരണം ആളുകളടക്കം ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയൊക്കെ ഇതിന് അരികിലേക്ക് നിൽക്കുന്നു. അപ്പോൾ അവരെ സുരക്ഷിതരായി മാറ്റേണ്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വിന്യസിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. കാണുന്ന പാണക്കാട് കാരാത്തോട് എടായി പാലത്ത് മണ്ണിടിഞ്ഞു വരുന്നു. മണ്ണും കല്ലും വെള്ളവും കയറുന്നത് മരമുടിയിൽ നിന്ന് വരുന്നതായാണ്. ഇവിടെ മണ്ണിടിഞ്ഞു. നേരത്തെ നമ്മുടെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നിരുന്നു. ആ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്നുകൂടി കാണിച്ചു തരാം. വളരെ അപകടകരമായ ആ ദൃശ്യമാണ്. മണ്ണിടിഞ്ഞ് വരുന്നു, തെങ്ങൊക്കെ കടപുഴകി ഈ മണ്ണിനോടൊപ്പം വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. വെടിപ്പിക്കുന്ന ദൃശ്യമാണ്. ഈ മണ്ണിടിഞ്ഞ് റോഡിലേക്കാണ് വന്ന് അതുവഴി ഗതാഗതം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അപകടമൊന്നും സംഭവിച്ചില്ല. എന്തായാലും വാഹനങ്ങൾ കടന്നുപോയി കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ മണ്ണിടിച്ചിലിനെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി അവിടെ താമസിക്കുന്ന ആളുകൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും മണ്ണ് ഇടിയുകയാണ്. വീണ്ടും നിഖിൽ പ്രവേശിച്ചിരുന്നു. നിഖിലെ വീണ്ടും ഇടിയുന്നുണ്ടല്ലോ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് കൂടുതൽ അപകടത്തിൻ്റെ സൂചന വരികയാണോ? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? സ്കേൻ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയ പ്രദേശമല്ല, അങ്ങ് പൊട്ടിത്തീരാൻ മാത്രമുള്ള ഒരു ചെറിയ പ്രദേശമല്ല.
വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ തുടർച്ചയായി ഉള്ള ഒരു കുന്നിൻ പ്രദേശമാണ് ഇത്. ഈ ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ മണ്ണ് ഇങ്ങനെ താഴേക്ക് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് അത്ര വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രതിസന്ധി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാനിപ്പോൾ കൃത്യമായി പറയുന്നത്, ഇവിടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം, അതായത് അവർ ഈ വാഹന നിയന്ത്രണം നടത്തിയതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് എന്ന് നമ്മൾ നിസ്സംശയം പറയാൻ കഴിയും. അല്ലെങ്കിൽ ഉറപ്പായും നമ്മളിപ്പോൾ ഈ റോഡിൽ കാണുന്ന ഈ മരക്കുറ്റികൾ, കല്ലുകൾ, ഇതെല്ലാം തന്നെ മണ്ണ്, ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വാഹനത്തിന് മുകളിൽ വന്ന് പതിച്ചേനെ, അത് ഉറപ്പാണ്. കാരണം കൃത്യമായി നാട്ടുകാർ ഇരുഭാഗങ്ങളിലും നിന്ന് വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടം ഒഴിവായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അവിടെ പാറക്കല്ലുകളടക്കം നമുക്ക് കാണാൻ കഴിയും ആ മണ്ണിനൊപ്പം തന്നെ. അപ്പോൾ അതൊക്കെ താഴേക്ക് ഒലിച്ചു വരികയാണെങ്കിൽ, ഒഴുകി വരികയാണെങ്കിൽ അത് വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇപ്പോൾ ചെറിയൊരു ശമനം മഴയ്ക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമായി നമുക്ക് കരുതാൻ കഴിയും. ഒരു ചെറിയ ശമനം മഴയ്ക്കുണ്ട്. അല്പസമയം മുൻപൊക്കെ വളരെ ശക്തമായ മഴയായിരുന്നു. ജില്ലയിൽ ഇന്ന് മഞ്ഞ അലർട്ട്, മുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഇങ്ങനെ ചെളിവെള്ളം ഒലിച്ചിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ് ഉള്ളത്. എന്നിരിക്കെ പോലും അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ദിവസം ഉള്ളതിനേക്കാൾ ശക്തമായ മഴയായിരുന്നു ഇന്ന് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും നല്ല മഴയുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനം എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക. അതിന്റെ പ്രതിഫലനമായി തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായി കുത്തിയൊലിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യം പൊടുന്നനെ ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവിടേക്ക് എത്തിച്ചേരാൻ നിലവിലത്തെ സാഹചര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേങ്ങർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജീവനക്കാരൻ ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. എന്ത് നടപടിയാണ്, തുടർ നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പാതയാണ്. മലപ്പുറം ഭാഗത്ത് നിന്ന് വേങ്ങരയിലേക്കും അതോടൊപ്പം തന്നെ കൂരിയാട്ടേക്കും ഒക്കെ പോകുന്നതിനുള്ള, പരപ്പനങ്ങാടിയിലേക്കൊക്കെ പോകുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട പാതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ നേരം ഇതിലൂടെ ഗതാഗതം നിരോധിക്കപ്പെടുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ വാഹനങ്ങൾ വിവരങ്ങൾ നൽകിയത്. പാണക്കാട് കാരാത്തോട് എടായിപ്പാലത്ത് മണ്ണിടിച്ചിൽ നടന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. മലപ്പുറം പരപ്പനങ്ങാടി പാതയിൽ ആ റോഡിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.